കണ്ണൂരിൽ എല്ലാ കാലത്തും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ അത് തടയാനുള്ള ശ്രമവും സഖാക്കളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് പതിവാണ്. അതിന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലും മാറ്റമില്ല. കൂത്തുപറമ്പിലാണ് ഇത്തവണത്തെ ഈ തടയലും അതോടൊപ്പം തന്നെ സഖാക്കളുടെ വെല്ലുവിളിയും ഉണ്ടായത്. കഴിഞ്ഞ വർഷം അത് കണ്ണപുരത്തായിരുന്നു. കണ്ണപുരത്ത് ഇത്തരത്തിൽ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഒരു വാഹനം ആക്രമിക്കുകയാണെങ്കിൽ ഇത്തവണ അത് കൂത്തുപറമ്പിലെ ഒരു പ്രദേശത്ത് അവർ ഫ്ലെക്സ് വയ്ക്കുകയാണ്. ആദ്യം ഫ്ലെക്സ് വയ്ക്കുകയാണ് RSS നിരോധന മേഖല. പിന്നീട് അവിടെ കൊടികെട്ടാൻ ശ്രമിക്കുന്നു. പിന്നീട് അത് അവർ കൂട്ടം കൂടി നിന്ന് ഈ ഘോഷയാത്ര ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര വന്നപ്പോൾ കൂകുകയാണ്. സഖാക്കൾ കൂകാൻ മാത്രം അറിയാവുന്ന രീതി ആണല്ലോ പതിവ്. പക്ഷെ ഇത് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ഉണ്ടായല്ലോ, വർഷങ്ങളായി തന്നെ ഇത് തുടരുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്ന മാറ്റം? ഓരോ വർഷം കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കുകയാണ്, ഇതിന്റെ ഭാഗമായി എത്തുകയാണ്. CPM നേതാക്കളുടെ മക്കൾ ഉൾപ്പെടെ, ഭാര്യമാരുൾപ്പെടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി എത്തുന്നത് കൊണ്ട് ഇതിനൊരു മാറ്റമില്ലല്ലോ. ഇവർ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ശക്തിപ്പെടുകയാണ്. പിന്നെ എന്തിനാണ് ഇവർ പ്രതിഷേധിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം. കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലേക്കും ബാലഗോകുലം വളരുകയാണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വളരുകയാണ്. ഇത് തിരിച്ചറിയാൻ എന്തായാലും P ജയരാജന് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം മതേതരത്വ ശോഭയാത്ര, PJ ആർമി ആയിരുന്നു അവരുടെ സംഘാടകർ, അവർ അങ്ങനെ സംഘടിപ്പിച്ചു. ഇപ്പോൾ അതിന്റെ ഗതി എന്തെന്നും അറിയില്ല. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. RSS എന്താണോ ചെയ്യുന്നത് അതിനെ പൂർണ്ണമായി തന്നെ തങ്ങളിലേക്ക് പകർത്തി എഴുതാനുള്ള ഒരു ശ്രമം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അവർ നടത്താറുണ്ടായിരുന്നു. അത് തന്നെ ഇനി പുതിയ രീതിയിലേക്ക് ഇപ്പോൾ അത് പാർട്ടി കൂടുതൽ ന്യൂനപക്ഷങ്ങളോട് അടുക്കുന്നത് കൊണ്ട് ഇത്തരം യാത്രകൾ ഇനി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അറിയില്ല. P ജയരാജനെല്ലാം വലിയ രീതിയിൽ ആ പ്രദേശത്ത് ഒതുക്കപ്പെട്ടിട്ടുണ്ടല്ലോ. എന്തായാലും ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ബാലഗോകുലം നടത്തുന്ന ഘോഷയാത്ര കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഓരോ വർഷവും അതിൽ പങ്കെടുക്കുന്നവർ, കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നു, വനിതകളുടെ എണ്ണം വർദ്ധിക്കുന്നു, പൊതുജനങ്ങൾ അത് കാണാനായി എത്തുന്നു. അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇതിൽ ഒരു തുടർച്ചയായി തന്നെ മാറ്റമില്ലാതെ തുടരുകയാണ്. കാരണം ജനങ്ങളുടെ എണ്ണം കൂടുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വന്നാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു കാലത്ത് പല കോട്ടകളായി വച്ചിരുന്ന CPMന്റെ കോട്ടകളിലേക്ക് RSSന് കടന്നു കയറാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തിയും അതോടൊപ്പം തന്നെ ഗണേശോത്സവം പോലുള്ള പല പരിപാടികൾക്കും CPM പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ സംഘപ്രസ്ഥാനങ്ങളുടെ RSSനെയും ഒരു കരുത്ത്. P ജയരാജനും EP ജയരാജനും ജയരാജന്മാരും കൈയടക്കി വെച്ചിരുന്ന കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് CPMനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അത് കായികമായാണെങ്കിൽ കായികമായി, ആശയപരമായാണെങ്കിൽ ആശയപരമായി കടന്നു കയറാൻ എന്തായാലും RSSനും BJPക്കും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ കഴിയുന്നുണ്ട്. അത് നാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്കറിയാം. ഈ കണ്ണൂർ ലോക്സഭ എന്ന് പറയുമ്പോൾ 3 മണ്ഡലങ്ങൾ ചേരുന്നതാണല്ലോ. കുറച്ചു ഭാഗം കാസർഗോഡുണ്ട്, പിന്നീട് കണ്ണൂരുണ്ട്, വടകരയുണ്ട്. ഈ കാസർഗോഡിന്റെ ഭാഗമായുള്ളത് കരിവള്ളൂരും കയ്യൂരും എല്ലാമാണ്. അതെല്ലാം പാർട്ടിക്ക് തന്നെ ഏറ്റവും അധികം അടിത്തറയുള്ള, പാർട്ടിയുടെ ചരിത്ര പ്രധാനമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം BJP കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിലെ ഈ വർഷത്തെ വോട്ടിംഗ് ശതമാനം നോക്കൂ, വോട്ടിന്റെ എണ്ണം നോക്കൂ, 2 ലക്ഷത്തിന് പുറത്താണ്. ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂരിൽ BJPക്ക് 1 ലക്ഷം വോട്ട് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ വടകരയിൽ ഉൾപ്പെടുന്ന തലശ്ശേരി മേഖലയിലും BJPക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ പ്രദേശത്തും, എന്തിനു പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തായ ധർമ്മടത്തെ ഒരു ബൂത്തിൽ തന്നെ BJPക്ക് 100-ലധികം വോട്ട് വർദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ BJP വളർന്നു കയറുകയാണ്. ഇനിയെങ്കിലും സംഘർഷത്തിൽ നിന്നും ഈ ഭീഷണിയിൽ നിന്നും പാർട്ടി പുറത്തു വരണം. അവരുടെ വിചാരം ഇപ്പോഴും സോവിയറ്റ് യൂണിയനും അതോടൊപ്പം തന്നെ ക്യൂബയും അത്തരത്തിലുള്ള ചില രാജ്യങ്ങൾ അങ്ങനെ അടിമയാക്കി വെച്ചിരുന്നല്ലോ ജനങ്ങളെ. ആ രീതി ബംഗാളിൽ നാം കണ്ടിട്ടുണ്ട്, പിന്നീട് ഇപ്പോൾ കണ്ണൂരിൽ കണ്ടിട്ടുണ്ട്. കണ്ണൂരിൽ അതിൽ നിന്ന് മാറുകയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. ഒരു കാലത്ത് ജനങ്ങളെ അടിമയാക്കി വയ്ക്കുകയും കള്ളത്തനങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. കള്ളത്തനങ്ങൾ എങ്ങനെയാണ്? ഈ പത്രവാർത്ത, അതോടൊപ്പം തന്നെ അവർക്ക് തന്നെ പത്രമുണ്ട്, ചാനലുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്, ഒരു കേഡർ പാർട്ടിയാണല്ലോ. ഇത്തരം സംഭവങ്ങൾ ജനങ്ങളിലേക്ക് ഇവരിലൂടെ മാത്രം എത്തുകയാണ്. അന്ന് കമ്പ്യൂട്ടറിനെതിരെ സമരമുണ്ടായിരുന്നു. എന്താണ്? എല്ലാവർക്കും ജോലി നഷ്ടപ്പെടും. ജനങ്ങൾക്ക് ഇതിന്റെ ജോലി വർദ്ധിക്കും, അതിന്റെ ആവശ്യകത ഭാവിയിൽ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉറവിടമില്ല.
ഉറവിടം ഇവർ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം CPM-ന്റെ പത്രവും TV-യും ഈ നേതാക്കളും മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. പക്ഷെ സമൂഹ മാധ്യമങ്ങൾ വന്നതിന് ശേഷം നോക്കൂ, ഈ CPM-ന്റെ തകർച്ച എവിടെയാണ് ആരംഭിക്കുന്നത്? സമൂഹ മാധ്യമങ്ങൾ ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ, ശക്തിപ്പെടും തോറും കേരളത്തിൽ ഉൾപ്പെടെ പാർട്ടി തകരുകയാണ്. അത് തന്നെയാണ് ത്രിപുരയിൽ ഉണ്ടായതും ബംഗാളിൽ ഉണ്ടായതും മുഴുവൻ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായത്. ഇന്ത്യയിൽ ഉടനീളം ഇപ്പം മഹാരാഷ്ട്രയിൽ പാർട്ടി ഇല്ലായിരുന്നു, ബീഹാറിലില്ലേ, രാജസ്ഥാനിലില്ലേ, ഇപ്പോൾ അവിടെയെല്ലാം കോൺഗ്രസിന്റെ ദയ കൊണ്ട് ജയിച്ചു കയറുന്നു. പണ്ട് അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു കയറാവുന്ന ഒരു ഘട്ടമുണ്ട്. എന്തിനു പറയുന്നു, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ച മണ്ഡലമാണല്ലോ വാരണാസി. ഈ വാരണാസിയിൽ തന്നെ ഒരു കാലത്ത് ജയിച്ചത് CPM ആണല്ലോ. ആദ്യത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വാങ്ങിയത് ഈ പാർട്ടി, ഏറ്റവും 2ാം സ്ഥാനം ഉണ്ടായിരുന്ന ഈ പാർട്ടിക്കാണല്ലോ. ഒരു 10-20 വർഷം മുൻപ് പുറകോട്ട് സഞ്ചരിച്ചു നോക്കൂ. 2004 തെരഞ്ഞെടുപ്പിൽ 40-ലധികം സീറ്റുകൾ ഇന്ന് ഒറ്റയ്ക്കുണ്ടായിരുന്ന പാർട്ടിയാണ്. ഈ സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളും എല്ലാം വളർന്ന ഘട്ടത്തിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഫലമായി ഇപ്പോൾ അവർക്ക് എത്ര സീറ്റുണ്ട്? കേരളത്തിൽ 1 സീറ്റ്, തമിഴ്നാട്ടിൽ 2, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ദയ കൊണ്ട് ഒരു പിച്ചച്ചട്ടിയിൽ ഇട്ട ഒരു സീറ്റായി 1 ലഭിച്ചു. അങ്ങനെ 4 സീറ്റാണ്. 40-ൽ നിന്നും 4-ലേക്കുള്ള മാറ്റം എങ്ങനെ സംഭവിച്ചു? അവിടെയാണ് സത്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഭീഷണിക്ക് ജനങ്ങൾ വഴങ്ങുന്നില്ല. ആ മാറ്റം വീണ്ടും അതിന്റെ വേഗത വർദ്ധിപ്പിക്കാനായി ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള ഹൈന്ദവ വിശ്വാസങ്ങൾ തടയുന്നതിലൂടെ ഇവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് അവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രീണനം ഉണ്ടായിരുന്നല്ലോ. ആ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഫലമായി എന്തുണ്ടായി? ഇപ്പോൾ ശരണം വിളിച്ച് പമ്പയിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. CPM ചെയ്യേണ്ടത്, അവർ മതത്തിനെതിരായ പാർട്ടിയാണ്. അവർ പറയും ഞങ്ങൾ എല്ലാ മതവിശ്വാസികളോടൊപ്പമാണ്. അവർ മതവിശ്വാസികളോടൊപ്പമാണ്, പക്ഷെ അവർ മതത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ മതത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത് ന്യൂനപക്ഷ മതങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് ഹൈന്ദവ വിഭാഗത്തിന് വേണ്ടിയാണ്. എന്താണ് ഇതിന്റെ കാരണം? വോട്ടിന് വേണ്ടിയാണ്. അവർ പഴയ രീതി തന്നെ വികസനം മുൻനിർത്തി നവകേരളം നിർമ്മിക്കണമെങ്കിൽ അങ്ങനെ ആകാമല്ലോ. ഇപ്പോ ഗുജറാത്ത് ആയാലും തമിഴ്നാടായാലും കർണാടക ആയാലും അവിടെയെല്ലാം പാർട്ടികൾ വിജയിക്കുന്നത് എങ്ങനെയാണ്? വികസന അജണ്ട മുന്നോട്ട് വയ്ക്കുക. നിങ്ങൾക്ക് അടുത്ത 5 വർഷം അധികാരം തന്നാൽ CPM-ന് കേരളത്തിൽ എന്തെല്ലാം മാറ്റം കൊണ്ടുവരാൻ കഴിയും? എത്ര യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മാറ്റം കൊണ്ടുവരാൻ കഴിയും? അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യുവാക്കളിലേക്ക് വയ്ക്കൂ, ജനങ്ങളിലേക്ക് വയ്ക്കൂ. ഉറപ്പായി തന്നെ ജനങ്ങൾ നിങ്ങളെ വിജയിപ്പിക്കും. അല്ലാത്ത പക്ഷം ഈ പ്രീണനങ്ങളുണ്ടല്ലോ, റോഡിന് ഗാസ് അല്ലെ, പാലസ്തീൻ അനുകൂലമായ ഒരു സദസ് 140 മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് ഉണ്ടാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ദയനീയമായി പരാജയപ്പെട്ടില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ വികസന അജണ്ടയുമായി മുന്നോട്ട് വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കാത്തിരിക്കുന്ന വലിയ തിരിച്ചടിയാണ്. നിങ്ങൾ ശബരിമലയിൽ ഇത്തരം ഒരു തടയുന്ന രീതിയിലേക്ക്, ഭക്തജനങ്ങളെ തടയുന്ന രീതിയിലേക്ക് പോയി. അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദയനീയമായി പരാജയപ്പെട്ട് നിങ്ങൾക്ക് അവസാനം വീട് തെണ്ടി നടന്ന് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നില്ലേ? അത് തന്നെയായിരിക്കും ഇത്തരം ശ്രീകൃഷ്ണ ജയന്തിയും അതോടൊപ്പം തന്നെ ഹൈന്ദവ ഘോഷയാത്രകളും തടയുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും സംഭവിക്കുക. അന്ന് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം അണികളെങ്കിലും ഉണ്ടായി മാപ്പ് പറയാൻ. ഇനി വരും കാലത്ത് മാപ്പ് പറയാൻ ഏതെങ്കിലും അണികൾ വേണ്ടേ? പാർട്ടി ആ രീതിയിലേക്ക് തകരും. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ ഒരു അടിത്തറ തകരുന്ന രീതിയിലേക്ക് കേരളത്തിൽ മാറ്റമുണ്ടാകും. കേരളം ബംഗാളായി മാറും.